ചരിത്ര പ്രധാനമായ കുപ്രസിദ്ധമായ ഒരു പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത്. അയാളെ ആക്രോശിക്കുകയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ആ പറഞ്ഞതൊക്കെ സമ്മേളനത്തിന്റെ ഒന്നാമത്തെ ദിവസം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഫസൽ ഗഫൂർ അയാളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ പണിയെടുത്താൽ മതി, പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി നിർവഹിക്കും എന്നയാൾ പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ എത്ര കാലമായി ഇവിടെ പറയാൻ തുടങ്ങിയിട്ട്? ഒരുപാട് കാലമായി ഞങ്ങളത് പറയാൻ തുടങ്ങിയിട്ട്. പണ്ഡിതന്മാരാണ് മതം പറയേണ്ടത്. മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകൾ അൽഹംദുലില്ലാഹ് കേരളക്കരയിലെന്നല്ല ലോകതലത്തിൽ തന്നെ തുല്യതയില്ലാത്ത മഹാപണ്ഡിതൻ, സാഹിദും ആലിമും സയ്യിദുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ, മഹാനായ സുലൈമാൻ ഉസ്താദ്, സമസ്തയുടെ ഉപാധ്യക്ഷൻ, അതുപോലെ എം എ ഉസ്താദ്, ചിത്താരി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാരെ, ആ നേതാക്കളാണ് ഇവിടെ ദീൻ പറയേണ്ടത് എന്ന് ഹുസൈൻ സലഫിക്കും തോന്നിപ്പോയോ? അവസാനം മുമ്പ് പറയാ തൗഹീദ് അചഞ്ചലമാണ് എന്നിപ്പോ വല്ലാതെ പറഞ്ഞു കിടക്കുന്നുണ്ട്. അതിന് ബേജാറായിട്ട് കാര്യമില്ല. നിങ്ങളെ തൗഹീദ് തകരുമ്പോഴൊക്കെ ഞങ്ങളെ തൗഹീദ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഉറച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെയാ. അസൂയുണ്ടെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. ആ തൗഹീദിന്റെ വചനം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ ഖിയാമത്ത് നാൾ വരെ പറയുകയും ചെയ്യും. എന്തൊക്കെയാണ് അയാൾ പറഞ്ഞു കൂട്ടിയത് നോക്കൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പില്ല. ഭിന്നിപ്പുമായി വരുന്നവരെ നമ്മൾ കണ്ടറിയണം. മാത്രമല്ല ഒരാളും മുശ്രിക്കായി പോയിട്ടില്ല. ഇത്ര കാലം ഈ അബ്ദുറഹ്മാൻ സലഫിയും അനസും കായക്കൂടി എല്ലാം കൂടി പറഞ്ഞതൊക്കെ ബാത്തിലായി പോയി. കാരണം എന്താ? അവനാകെ പറഞ്ഞ സക്കരിയ സലായി കൂട്ടരും മുശ്രിക്കായി. ഇയാള് വന്നിട്ട് പറഞ്ഞേ അത് നടക്കൂല, ആരും മുശ്രിക്കായിട്ടില്ല, ലോക പണ്ഡിതരുടെ അഭിപ്രായം തരണം. നടന്നു സംവാദം. അതാണ് ഇനി കാണാൻ പോകുന്നത്. വെറുതെ വിട്ടോ? ഇല്ല. വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. സ്റ്റേജിൽ ആരുണ്ട്? അപ്പുറത്തെ ഗ്രൂപ്പിന്റെ നേതാവ് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാ തനിനിറം പുറത്തറിഞ്ഞത്. ഇയാൾ സക്കരിയന്റെ ടീമാണ്. എഴുന്നേറ്റു അയാൾ. ആരാ എഴുന്നേറ്റത്? ഇയാളുടെ ഈ മൂവർ സംഘത്തിന്റെ നേതാവ്. അയാളുടെ പേരാണ് അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റു. അയാൾ പറഞ്ഞു തോന്നിവാസം ഇവിടെ നടക്കൂല. കേന്ദ്രമിന്റെ സ്റ്റേജിൽ വന്നിട്ടാണ് ഈ തോന്നിവാസം. പുറത്തു പോകുന്നവർക്ക് പുറത്തു പോകാം. ഹുസൈൻ സലഫിക്ക് ഇനി മേലിൽ ഇനി വേദിയില്ല. നിന്റെ നിറം ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. പുറത്തു പോകുന്നു മനസ്സിലാക്കണം. അപ്പോ 8ാം സമ്മേളനം കൊണ്ട് കിട്ടിയ ഒരു മെച്ചെന്താ അറിയോ? ഹുസൈൻ സലഫി ആജീവാനന്ദം പുറത്തായി. ഒരു കാലത്ത് തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ. കാരണം അബ്ദുറഹ്മാൻ സലഫിയുടെ മദ്ഹബാണ് അത്ര മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ. മുജാഹിദ് പ്രസ്ഥാനത്തെ ഇപ്പൊ നയിക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ്. ടി പി അബ്ദുൽ മദനി എ പി റബ്ബർ സ്റ്റാമ്പാന്ന പറഞ്ഞു. ബാലുശ്ശേരി ഒന്ന് ഇടയ്ക്ക് ഇടപെട്ടോട്ടെ. അയാൾ പറയുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനം അതിപ്പോ ഒരു സലഫി മദ്ഹബായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫിന്റെ മദ്ഹബായി ഇപ്പൊ മാറിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അതൊന്ന് കേട്ടോ. തിരിച്ചറിയും. നിങ്ങൾക്ക് അപാകത പറ്റിയിട്ടുണ്ട്. പൂർവികരുടെ എല്ലാ പാതയും വിട്ടിട്ടുണ്ട്. നിങ്ങൾ മനഹജു സലഫല്ല, അബ്ദുറഹ്മാൻ സലഫിന്റെ മനഹജ അങ്ങോട്ട് സ്വീകരിച്ചു. എ പി അബ്ദുൽ ഖാദർ മൗലവി മടപൂരികളായിട്ട് പിളർന്നപ്പോ പറഞ്ഞൊരു വാക്ക് മനഹജു സലഫ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും അബ്ദുറഹ്മാൻ സലഫിന്റെ മനഹജാണ്. അല്ലട്ടോ. എന്നാ ഇന്ന് സംഭവിച്ചാണ് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ ടീമിന് അബ്ദുറഹ്മാൻ സലഫി നിർണയിക്കുന്ന മനഹജ്, പാത, വഴി, അതാണ് പാരട്ടുള്ളത്. ഇവര് രക്ഷപ്പെട്ടോളി എന്നാ ഞാൻ പറയുന്നത്. അക്കപ്പലും അയാൾ നയിക്കുന്ന ഈ കപ്പല് ഉറപ്പൊക്കെ തന്നെ മൂക്കിന്റെയും കണ്ണിന്റെ ഇടക്ക് വെള്ളം ഇങ്ങനെ പൊന്തില്ല എന്നുള്ള നിൽക്കുക. മുങ്ങിപ്പൂ ഫിർഖത്തുന്നാജിയാകുന്ന മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ നൂഹ് നബിയുടെ കപ്പൽ ഞങ്ങളുടെ കൂടെയുണ്ട്. ആരെവിടെ? നിങ്ങളെ കൂടെ. അല്ല മട്ടായി. സഹോദരന്മാരെ, ആ കപ്പൽ എന്നുണ്ടെങ്കിൽ അത് മഹാനായ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും നേതൃത്വത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലേ ഇവിടെ സംഭവിച്ചത്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോ അബ്ദുറഹ്മാൻ സലഫിയുടെ മദ്ഹബായി മാറിനാർന്ന് കേട്ടോ. അബ്ദുറഹ്മാൻ സലഫി ഉടനെ എഴുന്നേറ്റ് നിന്നു. ഹുസൈൻ സലഫിയുടെ പ്രസംഗം കഴിഞ്ഞ പ്രസംഗം അനസിന്റെ വിഷയം എന്താ അറിയൂ? സൂഫിസത്തെ കുറിച്ചായിരുന്നു അയാൾക്ക് പറയാനുള്ളത്. സൂഫികളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് കിട്ടി ഗുരുത്തക്കേടപ്പം തന്നെ മൂപ്പരാൾക്ക് ആ വിഷയം പറയാൻ കഴിഞ്ഞില്ല. കാരണം ഹുസൈൻ സലഫി എന്ന് പറഞ്ഞപ്പോ പിന്നെ അടുത്ത പ്രസംഗത്തിന് മറുപടിയാണല്ലോ പറയേണ്ടത്. മൗലിദിന് മറുപടിയാക്കി.
മറുപടിയാ പറഞ്ഞത്. അത് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ട സലഫിന്റെ അപ്പുറത്തുണ്ടായത് കൊണ്ട്. അതുകൊണ്ട് ഒരേ ഒരു സമ്മേളനത്തിൽ, അത് 2 സമ്മേളനത്തിലല്ല. ഇതിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മർക്ക സമ്മേളനം നടക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് വന്നിട്ട് നമ്മളെ സുലൈമാൻ ഉസ്താദ് പ്രസംഗിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് AP ഉസ്താദ് എഴുന്നേറ്റ് എന്ന് പറയുന്നത് ശരിയല്ല, ഞാൻ വേറെ പറയാണ്. നിങ്ങൾ ആലോചിച്ചു, ആ ഒരു ഗതികേട് സഹോദരന്മാരെ സുന്നത്ത് ജമാഅത്തിന് വരില്ല, അതേ സമയത്ത് വഹാബിക്ക് വരികയാണ്. കണ്ടോ, ഒരേ സ്റ്റേജില് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് നടക്കൂല, ഇത് ശരിയായില്ല, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു ലോക പണ്ഡിതന്റെ അഭിപ്രായം തേടേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ തീരുമാനിക്കും, അത് നമ്മളെന്ന് പറയും. അതിന്റെ അപ്പുറത്തേക്ക് വേറെ മദ്ഹബില്ല. കൊടുത്തു, ഹുസൈൻ സലഫിക്ക് നന്നായി കൊടുത്തു. കണ്ടോളൂ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിയുടെ വാക്കുകൾ നിങ്ങൾക്ക് കണക്കാണ്. ഞാൻ പറയാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, ഇന്നിവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് നിൽക്കേണ്ടി വന്നതാണ്, പറയേണ്ടി വന്നതാണ്. ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് തൗഹീദിന് വേണ്ടിയാണ്. അഴകുഴമ്പൻ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അഴകുഴമ്പൻ തൗഹീദുമായി നടക്കുന്നവർക്ക് അതുമായി നടക്കാം. അവർക്ക് അവരുടെ വേദികൾ നോക്കാം, അവർക്ക് അവരുടെ മാർഗം നോക്കാം. ഈ പ്രസ്ഥാനത്തിന്റെ വേദി അതിനുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ വളരെ ശക്തമായി പറഞ്ഞു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അഴകുടമ്പം തൗഹീദ് ഇവിടെ വേണ്ട. ആരായി അഴകുഴമ്പം മൗലവി? അപ്പോ ഹുസൈൻ സലഫി. അപ്പൊ അയാൾക്കൊരു പേരും കൂടി കിട്ടി, അഴകുഴമ്പൻ സലഫി, നിലപാടില്ലാത്ത സലഫി. ഇനി സക്കരിയാക്കളോടും പറയാ, നിങ്ങൾ വല്ലാതെ മൂപ്പരെ വിശ്വസിക്കണ്ട ഹുസൈൻ സലഫിനെ. ഹുസൈൻ സലഫി ആരാന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളതാ. നിങ്ങളുടെ ഇതെല്ലാം കൂടി എടുക്ക് പൊന്തിക്കാൻ തന്നെ ഒരുപാട് സാധനം. മുജാഹിദിന്റെ പുതിയ സോവനിലാണ് മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനം. ഇതിൽ പറയുന്നുണ്ട് എന്ത്? ഹുസൈൻ സലഫി ജബ്ബാർ മൗലവിയുടെ സമീപത്ത് നിന്ന് തിരുത്താൻ ആവശ്യപ്പെട്ട കഥ നിങ്ങൾ നോക്കണം. ഇതിന്റെ 46ാമത്തെ പേജ് കണ്ടോ? ഞാനൊന്ന് വായിച്ചു ശരിക്കും കേട്ടോ. പ്രസ്തുത ലേഖനം ഇത് ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടിയാൽ ശിർക്കൽ എന്ന് പറയുന്ന ലേഖനം. ഈ ലേഖനം നമ്മുടെ ആദർശത്തിനെതിരായതിനാൽ അത് തിരുത്തുകയും പിൻവലിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹുസൈൻ സലഫി, അബ്ദുറഹ്മാൻ സലഫി, അബ്ദുൽ ഖാദിർ കരുവമ്പയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം അബ്ദുൽ ജബ്ബാർ മൗലവിയെ സമീപിച്ചെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങാതെ അവരെ തിരിച്ചയച്ചു. അപ്പൊ ജിന്നിനോട് തേടാന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞപ്പോ അയാളെ തിരുത്താൻ വേണ്ടി പോയ സംഘത്തിൽ ആദ്യത്തെ ആളാരാ? ഹുസൈൻ സലഫിയ. അയാളെ മനസ്സാരപ്പ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഇവരും വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ വിശ്വസിക്കും. നിങ്ങൾ ചിന്തിച്ചോ? അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫി തിരിച്ചടിച്ചത്. ഒന്നുകൂടി കേട്ടോ. അറബ് ലോകത്തുള്ള പണ്ഡിതന്മാരുമായി അന്വേഷിക്കുന്നത്, അഭിപ്രായം അറിയുന്നത് ഗുണകരമാണ്, നല്ലതാണ് എന്നാണ്. അതിനു വേണ്ടിയുള്ള ഒരാഹ്വാനം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ രാജ്യത്ത് ഈ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ശരിക്ക് മനസ്സിലാക്കാത്ത ആളുകൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള മഹാസമ്മേളനങ്ങളിലും ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടിയ കൂട്ടായ്മയിലും അവർക്കിടയിൽ തെറ്റിദ്ധാരണ വരുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണ് പ്രമാണം. ആ കിതാബിലും സുന്നത്തിലുമുള്ള കാര്യങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളവർ ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലേ, അവർ അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നില്ലേ, അവർക്ക് ഇഷ്ടമാണോ, ഇഷ്ടമല്ലേ എന്നത് ഒരു കാലത്തും മുജാഹിദ് പ്രസ്ഥാനം നോക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോ ഹുസൈൻ സലഫി പറഞ്ഞ അഭിപ്രായം, ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വീകരിക്കണം, യാ ഇബാദല്ലാഹ് വിഷയം അങ്ങനെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞത് സലഫിയാകുന്ന അബ്ദുറഹ്മാൻ സലഫി തള്ളിക്കളഞ്ഞു. അയാൾ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചോ? ഞാൻ വെറുതെ പറയല്ല, ഇത് ഉടനെ എന്തുണ്ടായിന്നറിയോ? പ്രവർത്തകർക്കിടയിൽ ആകെ പ്രശ്നമായി. കാരണം ഒരു നേതാവ് എന്ന് പറയുന്നത്
ഉടനെ തന്നെ അയാൾക്ക് മറുപടിയായി അയാൾക്ക് വേദിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രസംഗം. എന്താണ്ടായത് അത്രേ? ഹുസൈൻ സലഫി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സദസ്സ് എല്ലാവരും എഴുന്നേറ്റ് പോയിതാണ്. മറ്റേ മൗലവിന്റെ പ്രസംഗക്കാർ ആരും നിന്നില്ല. വളരെ സന്തോഷകരമായിട്ടാണ് സക്കരിയാക്കൾ ഇതിനെ ആഘോഷിച്ചത്. ഇവരുടെ ബൈലക്സ് മെസ്സഞ്ചറിൽ ഇന്റർനെറ്റ് ക്ലാസ് റൂം ഇവർക്കുണ്ടല്ലോ, ഇവരുടെ ഇസ്ലാഹി ക്ലാസ് റൂം, അത് സക്കരിയാക്കളുടെ കയ്യിലാണ്. ഉടനെ തന്നെ ഈ സംഭവം നടന്ന ഉടനെ ഹുസൈൻ സലഫി പ്രസംഗിച്ചു. ഉടനെ ആര് പ്രസംഗിച്ചു? അബ്ദുറഹ്മാൻ സലഫി മറുപടിയും പറഞ്ഞു. ഉടനെ മുജാഹിദ് ബാരിശ്ശേരി ഇന്റർനെറ്റിൽ കയറി ബൈലക്സ് മെസ്സഞ്ചറിലൂടെ അയാൾ ലോകത്തോട് സംസാരിച്ചു. അയാൾ പറഞ്ഞു, മക്കളെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ നമ്മൾ അയാൾ സുന്നത്തിയായി പോയോ? എന്തൊരു സന്തോഷത്തോടെയാണ് അയാൾ സ്വീകരിച്ചത്. തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് സ്വീകരിച്ചത്. എന്നിട്ട് അയാൾ പറഞ്ഞു, മക്കളെ ഇത് നമ്മുടെ സന്തോഷമാണ്. ഹുസൈൻ സലഫി തുറന്നടിച്ചിരിക്കുന്നു. ഹുസൈൻ സലഫിക്കെതിരെ നമ്മളെ സലഫി ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ സലഫി, അയാൾ നാം തുറന്നിരിക്കുന്നു, വായ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി അയാളെ കഷ്ടക്കാലമാണ്. കേട്ടോ, ആ ബൈലക്സ് മെസ്സഞ്ചറിൽ ബാരിശ്ശേരിയുടെ ആഹ്ലാദം നമ്മളൊന്ന് കണ്ടോളൂ. ഉടനെ جاء الحق وزهق الباطل إن الباطل كان زهوقا الحمد لله رب العالمين الله أكبر الله أكبر الله أكبر. സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എന്റെ സംസാരം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എന്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് ക്ലിയറായി നിങ്ങൾക്ക് കേൾക്കാമോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് കേൾക്കാമോ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രൗഢമായ 3-ാം ദിവസം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനെ ഏറെ സ്തുതിക്കുകയും നാം ഏറെ വിനയം കാണിക്കേണ്ട രംഗമാണ് ഈ സന്ദർഭം. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹു ഏറെ തന്ത്രശാലിയാകുന്നു എന്ന ഖുർആനിന്റെ പരാമർശം നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടതാണ്. നമ്മുടെ സംഘടന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും ആ പ്രയാസത്തിന്റെ അടിസ്ഥാന കാരണവും ആരാണ് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കുന്നത് എന്നും വളരെ കൃത്യമായി ലോകം മുഴുവനും ഒരേ സമയത്ത് ആ വ്യക്തിയെ ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹു മൈക്കിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിലനിർത്തി കൊടുത്തു. അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കണം. മുജാഹിദ് പ്രസ്ഥാനം എന്ന ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് ലോകത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മഹാസദസ്സൊരുക്കിയ ലോകത്തിന്റെ നാഥന് സർവസ്തുതിയും. അല്ലാഹുവിന്റെ ദീനിനെ പൊളിച്ചടക്കുന്ന പൂർവികരായ സലഫികൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ തനിക്കെതിരെയോ താൻ ഉണ്ടാക്കിയ കെട്ടിപ്പടുത്ത കോക്കസിനെയോ തകർക്കുന്ന പരാമർശം ആര് നടത്തിയാലും അവരെ എവിടെ വെച്ചാണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കാതെ അവർക്കെതിരെ ആക്രോശിക്കുന്ന ഈ മനുഷ്യനെ പരസ്യമായി മൈക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ സർവാധിനാഥനായ പടച്ചതമ്പുരാനെ സ്തുതിക്കാൻ നാം ഈ സന്ദർഭം ഒരിക്കലും മറന്നുപോകാതെ. ഇനി അടുത്ത കൂടി കേൾപ്പിച്ചത് നിങ്ങൾ ശരിക്കും കേൾക്കണം. എത്രത്തോളം പറഞ്ഞു എന്റെ ഇടയ്ക്ക് അയാൾ ആ തക്ബീറില്ലേ, എനിക്ക് അവിടുന്ന് പറയാം 3 തക്ബീറില്ലേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എപ്പോ എന്താണ് സന്തോഷം നിങ്ങൾ മനസ്സിലായോ? അയാൾ കുറെ കാലമായി ഇത് പറയാൻ തുടങ്ങി. ഇത് ഈ മുജാഹിദുകൾ പറയുന്നത് തെറ്റാണ്, അയാളെ പുറത്താക്കിയത് ശരിയായില്ല, സക്കരിയ മുശ്രിക്ക് ആയിട്ടില്ല. പക്ഷെ അന്ന് പരാജയം സ്വീകരിച്ചില്ല. പിന്നെ ഹുസൈൻ സലഫി ഈ സമ്മേളനത്തിൽ വന്നിട്ട് അതങ്ങ് പൊട്ടിച്ചു. പിന്നെ അയാളെ സന്തോഷം പറയണോ? അപ്പൊ അയാളെ ഭാഗത്തേക്ക് സലഫിനെ കിട്ടിയ സന്തോഷ. പക്ഷെ അവിടെ ഞങ്ങളൊന്ന് പറയാനുണ്ട്. പണ്ട് അയാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ പറ്റൂല. ഞങ്ങളുടെ ആലിമീങ്ങളെ കാണുമ്പോ, സദാത്തീങ്ങളെ കാണുമ്പോ, തങ്ങന്മാരെ കാണുമ്പോ ഞങ്ങൾ തക്ബീർ ചൊല്ലലുണ്ട്. മഹാനായ താജുൽ ഉലമയെ കാണുമ്പോ, ശിഹാബുദ്ദീനെ കാണുമ്പോ, ഖമറുൽ ഉസ്താദിനെ കാണുമ്പോ ഇന്ത്യക്കാരൻ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോ തക്ബീറല്ലും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുസ്ലിമായപ്പോ സ്വഹാബികൾ തക്ബീർ ചൊല്ലി. അന്ന് എന്താ പറഞ്ഞറിയോ? ഇയാൾ ചോദിച്ചു. ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടോ. പണ്ട് ഇയാള് പറഞ്ഞത് ഇതൊക്കെ ഇയാളെന്നെ പറഞ്ഞു വെച്ചിട്ടോ. അതുകൊണ്ട് ഇടയ്ക്കുകൾ അതൊന്ന് കണ്ടോ. ആ തക്ബീർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോ വലിയ വലിയ തങ്ങന്മാരൊക്കെ ഷോൾഡറിന് ഒരു മുണ്ട് താഴെ വീണ അവർ കുഞ്ഞിനെടുക്കാറില്ല.
അതൊക്കെ ഭക്തി ആദരവോടെ ശൈഖിന്റെ പിന്നാലെ തക്ബീർ ചൊല്ലി അല്ലേ? വാഹനത്തിൽ നിന്ന് ആളുകളെ പുറത്തേക്കൊക്കെ എങ്ങനെ അവരെ കാലൊക്കെ പിടിച്ച് കാറിൽ ഇങ്ങനെ പുറത്തേക്ക് വെച്ചു അല്ലാഹു അക്ബർ അല്ലാഹു പോത്തിനിറക്കാൻ കൊണ്ടുപോകുക ആണോ? ഇവിടെ ഏത് പോത്തിനെയാണ് ഇറക്കാൻ കൊണ്ടുപോയത്? മറുപടി പറയണം നിങ്ങൾ. 38 പോത്തല്ലേ? ആ പോത്തിൽപ്പെട്ട പോത്താണോ അതോ? ഞാൻ പറയുന്നില്ല, അത് ഇയാൾ പറഞ്ഞു കൊടുക്കണം. പോത്തിനെ കണ്ടാൽ ആളെ തെക്ബീറില്ല എന്നുള്ള പണ്ട് പറഞ്ഞേ. ഇപ്പൊ എന്താ ഇപ്പറയുമ്പോ ഓർക്കണം പരിശോധിക്കാരാ പൊട്ടത്തരമായി പോകുന്നുണ്ടോ? എന്നിട്ട് കഴിഞ്ഞില്ല, അയാൾ ആക്രോശിക്കുകയാ. ബൈലക്സ് മെസ്സഞ്ചറിൽ നടന്ന പ്രസംഗത്തിൽ അയാൾ ശക്തമായി പറഞ്ഞു, ഹുസൈൻ സലഫിയെ പടിക്ക് പുറത്ത് നിർത്തിയ ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ തോന്നിവാസം അംഗീകരിക്കാൻ പറ്റില്ല. നേരത്തെ നിങ്ങൾ കേട്ട ബൈലക്സ് പ്രസംഗത്തിന്റെ ഒരു ഭാഗം കൂടി നിങ്ങൾ കേൾക്കുക. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശത്രുവെന്നും നോക്കൂ നിങ്ങൾ, ആര് പറഞ്ഞാലും ശിർക്കിന്റെ പ്രചാരകരുമായി ഐക്യമില്ല, അവര് തമ്മിൽ കോംപ്രമൈസ് ഇല്ല, അവർക്ക് പടിക്ക് പുറത്തി എന്ന് പറഞ്ഞ് ഹുസൈൻ സലഫിക്ക് KNM-ൽ വേദിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ അവസാന പ്രസംഗം നടന്നത് എന്നത് ഞാൻ പറയാതെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രസംഗം നടന്നത് നിങ്ങൾ കേട്ടുവല്ലോ. അത്തരം ആളുകൾക്ക് ഔദ്യോഗിക ഉത്തരവാദിത്തത്തിൽ വേദിയില്ലെന്നും ഒന്ന് കൂടിയാലോചിക്കാമെന്നായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രബോധകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ ഒന്ന് കൂടിയാലോചിച്ചില്ല എന്ന് പറഞ്ഞ് ബഹുമാനനായ പണ്ഡിതനെ ഹക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ആൺകുട്ടിയെ വിമർശിക്കുകയായിരുന്നു ഈ മനുഷ്യൻ എന്ന വസ്തുത നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോ ആകെ ഒരു ആൺകുട്ടി അവിടെ ഉള്ളത് ഹുസൈൻ സലഫി മാത്രം. പെണ്ണുങ്ങളാണോ കൂടുതൽ ഉള്ളത്? നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇവരെവിടെ എത്തി? മാത്രമല്ല അയാൾ പറഞ്ഞ് ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത്രേ, ഇത് മുജാഹിദുകൾക്ക് കുറെ ക്യാൻസർ പിടിച്ച മകണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ. സക്കരിയ ബാലുശ്ശേരിനെ ഉദ്ദേശിച്ച കൊടുത്തു ഇയാളതിനും മറുപടി. ഇയാൾ പറഞ്ഞു, മുജാഹിദ് സമ്മേളനത്തിൽ ഫസൽ ഗഫൂർ അടക്കമുള്ള പല ആളുകളും രാഷ്ട്രീയക്കാർ വരെ സക്കരിയ സലാഹിക്കെതിരെ ആഞ്ഞടിച്ച് മിണ്ടാതെ പോയ നേതാക്കൾ ഹുസൈൻ സലഫി ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും മറുപടി പറഞ്ഞല്ലോ. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എന്തിനാ നിങ്ങളെ പറ്റിയാ? ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കൂടി കേട്ടോ. ഏതൊരു മനുഷ്യനും മനസ്സിലാകും. അവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, ചീനടം മുറിച്ചു മാറ്റണം. ഈ സംഘടനയുടെ ചില ചീന ഭാഗങ്ങളുണ്ട്. അത് ISM ആണ്, MSM ആണ്. അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കുന്നവരാണ്, മൻഹജു സലഫ് സ്വീകരിച്ചവരാണ്. അതാണ് ചീന ഭാഗമെന്നും അത് മുറിച്ചിടണമെന്നും അതിൽ കോംപ്രമൈസ് ഉണ്ടാകരുതെന്നും മടമൂലികളുമായി ഐക്യപ്പെടണമെന്നും നിങ്ങൾ ഒന്നിച്ചു ചേരണമെന്നും അതാണ് ലീഗിന്റെ ആവശ്യമെന്നും അതാണ് ലീഗിന്റെ വോട്ട് മോഹമെന്നും പരസ്യമായി പറഞ്ഞിട്ടും നേരം വെടുക്കാത്തവരെ, കാര്യം മനസ്സിലാകാത്തവരെ, തൗഹീദിന്റെ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ മുക്കൂട്ടു മുന്നണിയെ തിരിച്ചറിയാത്തവരെ, ഇനി നിങ്ങൾക്ക് എന്ത് ബുദ്ധിയാണ് പടച്ച തമ്പുരാൻ തന്നത്? നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ 7-ാം അധ്യായത്തിലെ 179 പറഞ്ഞ ഉലൈകൽ അൻആമി ബൽ ഹും അദൽ എന്ന അവസ്ഥ ഒരിക്കലും മുജാഹിദായിട്ട് പോലും നമുക്ക് വരരുത്. അങ്ങനെ നാക്കാലികളെ പോലെ ഒരു സമൂഹമാകാനാണ് അബ്ദുറഹ്മാൻ സലഫി നിങ്ങൾ ക്ഷണിക്കുന്നത് എന്ന പൂർണ്ണമായ തിരിച്ചറിവ് ഇവിടെ ഉണ്ടായി. ഈ വെപ്രാളത്തിന്റെ കാരണം എന്താണ്? അനസ് മൗലവിയെ വെപ്രാളം പിടിപ്പിച്ചത് എന്താണ്? അബ്ദുറഹ്മാൻ സലഫിയെ വെപ്രാളം പിടിപ്പിച്ചത് എന്താണ്? യാഥാർത്ഥ്യം ഹുസൈൻ സലഫി തുറന്നു പറഞ്ഞു. ഹുസൈൻ സലഫി പ്രസംഗിച്ചു കഴിയുകയും ആ സദസ്സിലിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എഴുന്നേറ്റ് പോകുകയും അവരുടെ രംഗമാർ തടഞ്ഞു വെക്കുകയും അബ്ദുറഹ്മാൻ സലഫിയുടെ അടക്കുതരെ അവരടഞ്ഞു വെക്കുകയും ചെയ്തു എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്തതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഉദ്ഘാടനത്തിന്റെ ഫസ്റ്റ് ദിവസം MES-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ അദ്ദേഹം നമ്മളെ വിമർശിക്കുകയും നമ്മളെ ജിന്നുകൾ എന്ന് വിളിക്കാനും ഇബിലീസുകൾ എന്ന് വിളിക്കാനും ജാഹിലുകൾ എന്ന് വിളിക്കാനും പ്രഖ്യാപിച്ചപ്പോൾ എവിടെയായിരുന്നു ഈ അബ്ദുറഹ്മാൻ സലഫി? നല്ല സമ്മേളനം, വളരെ ജോറാണ്. ഇങ്ങനെയാണോ സമ്മേളനം നടത്തേണ്ടി? മുജാഹിദായാലും ഇങ്ങനെ നടത്തുന്ന സമ്മേളനം. അല്ലെങ്കിൽ ഈ പിന്നെ അബ്ദുറഹ്മാൻ സലഫിന്റെ ആ ഒരു കഴിവ് സമ്മതിക്കണ്ട. അയാൾ ഒരു സംഘടനയെ നയിക്കല്ലേ അടയുന്നത്. അയാൾ ബാലുശ്ശേരിനെ പറഞ്ഞെന്താ അറിയൂ? മുജാഹിദ് ബാലുശ്ശേരി എന്നെ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ മുജാഹിദ് ബാലുശ്ശേരി ഈ പ്രസംഗം കൂടി കളിപ്പിക്കണം. അതിന് മുമ്പ് ഒരു വേറൊരു പ്രസംഗം കേട്ടോ. അതിനിടയ്ക്ക് ബാലുശ്ശേരി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി ഭയങ്കര കഴിവാ, അയാൾ എവിടെ കാലുകുത്തിയോ അവിടെ രണ്ടാവും. അബ്ദുറഹ്മാൻ സലഫിനെ കുറിച്ച് പറഞ്ഞു. ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫിന്റെ കോലം. എന്നിട്ടാണ് പറഞ്ഞെന്താ അറിയോ?
അബ്ദുറഹ്മാൻ സലഫി ഒറ്റക്ക് ഒരു സ്ഥലത്തിരുന്നാൽ അയാളെ തന്നെ അയാൾ പുലർത്തുക. അപ്പൊ അയാളെ കഴിവെന്തായിരിക്കും? ഇവർ തല്ലുസാറായി സമ്മേളനം കൂടി കഴിഞ്ഞപ്പോ ജോഹറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മർക്കസിന്റെ 40ാം വാർഷികമാകുമ്പോഴേക്ക് ഈ കേരളത്തിൽ നിന്ന് വഹാബി പ്രസ്ഥാനത്തെ ഞങ്ങൾ നാടുകടത്തുക തന്നെ ചെയ്യും. അതിൽ രണ്ടഭിപ്രായമില്ല. കേട്ടോളൂ നിങ്ങൾ. ഇയാൾ പറയട്ടെ, ഒറ്റയ്ക്കിരുന്നായും പുലർത്തും. ആ നേതാവ് 10 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്നു. ആ മുൻ ജില്ലാ സെക്രട്ടറി, ആ ജില്ലയിലെ മുഴുവൻ ആളുകളും വരുത്ത സെക്രട്ടറിയെ അയാൾ കൂട്ടിപ്പിടിച്ച് മീറ്റിംഗ് കൂടി. കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ വീണ്ടും നോട്ടീസ് ഇറങ്ങിയ അയാളുടെ അടിയുണ്ടായി. ഇതേ സമയത്ത് ജുബൈലുണ്ടായി. അവിടെ ഇയാൾ 15 ദിവസത്തിന് മുമ്പ് പോയി. ഈ നേതാവ് ചെന്ന് 20 ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവും, രണ്ടാവും. ഞാൻ പറയട്ടെ, പലപ്പോഴും അലി മദനി പറഞ്ഞ ഒരു കാര്യം ചോർമ്മൻ, ഇയാൾ ഒറ്റക്കിരുന്ന അരമണിക്കൂർ ഇയാളെ പോലും വളർത്തും. അലി ജീവിതത്തിൽ ഒറ്റ സത്യം പറഞ്ഞു, അത് മാത്രം. ഏത് മൊറയൂർ അലി മദനിയറിലെ ഓന്റെ ജീവിതത്തിൽ ഒരൊറ്റ സത്യം പറഞ്ഞിട്ടോ. ഇയാൾ ഒറ്റക്ക് നിന്നാൽ പോലും അയാളെ വളർത്തും. എനിതിൽ ഏറ്റവും രസം എന്താ അറിയോ? അയാൾ ചെല്ലാത്ത അറബ് നാട്ടിൽ ഒരു പ്രശ്നമില്ല, കുവൈത്തിലില്ല. അയാൾ വല്ലാണ്ട് സ്വാധീനം ചെലുത്താത്ത ബഹ്റൈനിലില്ല. മദീനയിൽ ചില പ്രത്യേക സംഭവം കടക്കൂലാന്നുണ്ട് ഹദീസിൽ. അതുകൊണ്ട് മദീനയിൽ ഷർറില്ല. ഇയാൾ അവിടെ ചെന്ന് കൂടുതൽ അടട്ടിയിരുന്നോ അവിടെ കടി തിരിച്ചിടും, തല്ലും തമ്മിൽ വായിക്കുമ്പോ കാണും. സത്യമാണ് പ്രിയപ്പെട്ടവരെ, സത്യമാണ്. ആ കൂട്ടത്തല്ലേ എവിടെയും നടക്കും. നിങ്ങൾ ആര് കാലുത്തിയാലും അയാൾ മാത്രമല്ല, നിങ്ങൾ കുല്ലും സവാള വിഷയം. ആരാണ് ഇതിന്റെ ആള്? നിങ്ങൾക്ക് മനസ്സിലായില്ല. തല്ലിന്റെയും അതുപോലെ തന്നെ ഫിത്തനന്റെ ആളാരാ? ഞങ്ങളിത് എത്ര നൂറ്റാണ്ട് മുമ്പ് പറയാൻ തുടങ്ങിയത്. നിങ്ങൾ കാലുകുത്തിയോടെ രണ്ടാവും പെങ്ങളെന്നല്ലേ പറഞ്ഞേ? മാത്രമല്ല ഇയാള് നാശകാരിയാണെന്നോ ഇയാള് നാൽക്കാലികളെ പോലെയാണോ ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ബുക്ക് സ്റ്റാൾ രാത്രി സമയങ്ങളിൽ അടിച്ചു പൊളിച്ച കാര്യം വരെ ബാലുശ്ശേരി പറയുന്ന ഭാഗം പുതിയ ബൈലക്സ് മെസ്സഞ്ചറിലെ പ്രസംഗത്തിലുണ്ട്. എങ്ങനെ അവിടെ എല്ലാവർക്കും ബുക്ക് സ്റ്റാൾ ഉണ്ട്. നേരെ മുന്നിലുള്ളത് കാദിയാനികളെ ബുക്ക് സ്റ്റാളാണ്. എന്തോ ഒരു അലയൻസ് ഉള്ള പോലെയാണ് കണ്ടാല്. പിന്നെ അവിടെ മടവൂരികൾ തന്നെ പലതുമുണ്ട്. പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ രാത്രി അതാ നാണിയാജിന്റെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം വന്നിട്ട് അടിച്ചങ്ങ് പൊളിച്ച് ജിന്നൂരികളെ ബുക്ക് സ്റ്റാൾ. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ചിന്തിക്കുക, അടിച്ച് പൊളിച്ച് തൂഫാനാക്കി കളയാം. ബാലുശ്ശേരി പറയുന്നു കേട്ടോ ബൈലക്സിലെ അയാളുടെ പ്രസംഗത്തിൽ. പ്രസ്ഥാനത്തിന്റെ നാശകാരിയാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുവാൻ, നമ്മുടെ പണ്ഡിതന്മാരുടെ ശത്രുവാൻ. ഈ മനുഷ്യരെ നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ തൗഹീദ്, നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ സുന്നത്ത്, നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾക്ക് നഷ്ടപ്പെടും സ്നേഹബന്ധമുള്ള ആളുകളുടെ ബന്ധങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, ബഹുമാനനായ ഹുസൈൻ സലഫി ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു. പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ. ഫസൽ ഗഫൂറിനെ തിരുത്താൻ 2 ദിവസം കഴിഞ്ഞ് ഹുസൈൻ സലഫി ഷാർജയിൽ നിന്ന് അഖീദ ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങളുടെ സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഇന്നലകളുടെ പാരമ്പര്യമായിരുന്നു നമുക്ക്. എന്തുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസിനെ ഉമർ മൗലവി വലിയ പ്രസംഗം തന്നെ നടത്തിയ ഒരു കാര്യം കൂടിയാണ് പറഞ്ഞത്. എന്താ അറിഞ്ഞറിയോ? അബ്ദുറഹ്മാൻ സലഫി ദ്വാരിക്കുന്നത് AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് മരിച്ചിട്ടാനാണ്. എന്നിട്ട് വേണം മൂപ്പർക്ക് സെക്രട്ടറി ആവാൻ. അവൻ പറഞ്ഞു മരിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഒരു മനുഷ്യനിർമ്മിത പ്രസ്ഥാനത്തിന്റെ അധപ്പതനം സുന്നത്ത് ജമാഅത്തിന്റെ അധപ്പതനല്ല. ഇനി ഒരു കുട്ടി മുജാഹിദ് പോവോ? ഉണ്ടോ? മുജാഹിദ് സമ്മേളനം കഴിഞ്ഞ് വരുന്നവരോട് അല്ലടാ എനിക്ക് എത്ര അടി കിട്ടി അങ്ങനെ ചോദിക്കണം. എത്ര അടിയാ കിട്ടിയത്? എന്തൊരു അവസ്ഥ ചിന്തിച്ചോ. പറയട്ടെ, അതും കൂടി ബാലുശ്ശേരിക്കാരൻ ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ISMന്റെ നേതാക്കന്മാരിൽ പലരെയും എന്തുകൊണ്ട് മാറ്റിവെച്ചോ എന്ന് നിങ്ങൾ അറിയണം. ഇവർ പ്രതിദാനം ചെയ്യുന്ന, അബ്ദുറഹ്മാൻ സലഫി ഫോം ചെയ്യുന്ന ISMന്റെ സ്റ്റേറ്റ് സമ്മേളനം പാലക്കാട് നടന്നു കഴിഞ്ഞു. പാലക്കാട് നടന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് ISM, ഇവിടെ എന്ത് ISM? ഹുസൈൻ മടവൂരിനെ ആനയിച്ചു സ്വീകരിച്ചു നിങ്ങൾ. അതുപോലെ നിങ്ങൾ സ്വീകരിച്ചു കുട്ടശ്ശേരിയെ, മടവൂർ നേതാക്കന്മാരെ നിങ്ങൾ സ്വീകരിച്ചു. പാവപ്പെട്ട മുജാഹിദുകളെ ശിർക്കാരോപിച്ച് അവർ വന്നപ്പോൾ നിങ്ങൾ കൊഞ്ഞനം കുത്തി രൂക്ഷമായി അവരെ നോക്കി. തൗഹീദിന്റെ ഗ്രന്ഥങ്ങൾ വിൽക്കുന്ന
സ്ഥാപനങ്ങൾ അടിച്ചുപൊളിക്കാൻ ശ്രമിച്ചു. പാതിരാത്രിയിൽ സമസ്തയെപ്പോലും നാളിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ അറിയുക, സുന്നത്ത് പ്രചരിപ്പിക്കുന്ന അഹ്ലു സുന്ന ബുക്ക് സ്റ്റാളിനെ നിങ്ങൾ കൈകാര്യം ചെയ്തു. ഖാദിയാനികളുടെ ബുക്ക് സ്റ്റാളിന് നേരെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. നിങ്ങളുടെ മെയിൻ കവാടത്തിന് മുമ്പിൽ യുവതയ്ക്ക് വേദി ഒരുക്കി കൊടുത്തു, ജമാഅത്തിന് വേദി ഒരുക്കി, കണ്ട അണ്ടനും അടകോടനും സൗകര്യം ചെയ്തു കൊടുത്തു. നിങ്ങളാണ് ദീനിന്റെ ശത്രുക്കൾ. അറിയുക നാണിഹാജി അറിയുക, അറിയുക സെറഫീഡ് ആളുകൾ അറിയുക, മഹാരാജ ഖാദറാജി സാഹിബ് അറിയുക. നിങ്ങൾ അകപ്പെട്ടത് ക്രൂരമായ ഒരു പിശാചിന്റെ കയ്യിലാണ്. ആ പിശാചിന്റെ പ്രഖ്യാപനമാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. ഇനിയും യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദബൂൻ യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങൾ അറിയുക, ഈ പിളർപ്പനെ, ഈ തകർപ്പനെ, ഈ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുമായി ഐക്യമുണ്ടാക്കി നാളെ ദീൻ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കാൻ ശ്രമിക്കുന്ന അതേ KNMന്റെ AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചു കിട്ടിയാലെന്ന് പ്രാർത്ഥിച്ച് കണ്ണുകണ്ണ കഴിച്ച് കാത്തിരിക്കുന്ന ഈ വ്യക്തിത്വത്തെ നിങ്ങൾ അറിയുക. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ജാമ്യയുടെ ചെയർമാനാകണമെങ്കിൽ അത് KNMന്റെ ജനറൽ സെക്രട്ടറിക്ക് കഴിയൂ. അങ്ങനെ ഒരു ക്രോസ് ഉണ്ട് ജാമ്യയുടെ ഭരണഘടനയിൽ. കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ 2 സ്ഥാനങ്ങളും അനുഭവിക്കാൻ കാത്തിരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയെ നിങ്ങൾ തിരിച്ചറിയണം. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും, ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നാലും, നമ്മുടെ നേരെ കൊട്ടേഷൻ പാർട്ടികൾ അയച്ചാലും, അല്ലാഹുവേ ഭയങ്കര പ്രസംഗം നടത്തിയത്. കൊട്ടേഷൻ സംഘത്തെ അയച്ചാൽ പോലും ഈ പറയേണ്ടത് ഞാൻ പറയുന്നതാണ്. നോക്ക് നിങ്ങൾ, ഒരു പ്രസ്ഥാനത്തിന് വന്നുപെട്ട ഗതി ഇയാളെ മാത്രമൊന്നുമില്ല, മാറ്റി നിർത്തിയ പ്രമുഖരെ ഞാൻ ഒന്ന് വായിച്ചുതരാ. വിദ്യാർത്ഥി സംഘത്തിന്റെ മുഴുവൻ ആളുകളും പുറത്താണ്. പ്രധാനപ്പെട്ട ആളുകൾ നോക്കിക്കോ. സോബിർ നവാസ് മദനി MSMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ടോ അയാൾ നിങ്ങളുടെ സമ്മേളനത്തിൽ? മാത്രമല്ല ഇർഫാൻ സലാഹി MSMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി, തൊൽഹത്ത് സലാഹി MSMന്റെ മറ്റൊരു സെക്രട്ടറി, സുഹൈൽ പാലക്കാട് MSMന്റെ സെക്രട്ടേറിയറ്റ് അംഗം, ബഷീർ സലാഹി MSMന്റെ വൈസ് പ്രസിഡന്റ്, റാഫി സലാഹി MSMന്റെ സെക്രട്ടേറിയറ്റ് അംഗം. ഇങ്ങനെ എത്ര സാധനങ്ങൾ പുറത്താ അല്ലേ? ഇനി ബാലുശ്ശേരി സമ്മേളനത്തിന് വന്നിട്ടോ ഉള്ള പോലെ പറയണല്ലോ. ബാലുശ്ശേരി വന്നു, ആരും മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നാ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, മിനായിൽ പോയൊരു സംഭവം ഉണ്ട്, അത് ആദ്യം ഒന്ന് കേൾക്കുക, എന്ന് ഞാൻ സമ്മേളനത്തിലേക്ക് വരാം. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, മനുഷ്യനിർമ്മിത പ്രസ്ഥാനത്തിന് ആയുസ്സുണ്ടാവൂല. നമ്മൾ ആർക്കാണ് പ്രാർത്ഥിക്കേണ്ടത്? മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക്, മഹാനായ കാന്തപുരം ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കൊട്ടപ്പുറത്തിന്റെ മണൽ തരികളെ വിറപ്പിച്ച് തൗഹീദിന്റെ ശബ്ദം ഘോരമായി ലോകത്തോട് പ്രസംഗിച്ച മഹാപണ്ഡിതനായ മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹിയുടെ നിർദ്ദേശവും അവിടുത്തെ ആശീർവാദവും നേടി ലോകത്തോട് പ്രസംഗിച്ച മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ്, താജുൽ ഉലമ ഉസ്താദ്, വന്ദരായ സുലൈമാൻ ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം, ബാബ ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഞങ്ങൾ മുഖാമുഖത്തിന് പോകുമ്പോ, വാദപ്രതിവാദത്തിന് പോകുമ്പോ പലരും ചോദിച്ചു, എന്തിനാണോ ഇതൊക്കെ, എന്തിനാ ഇതൊക്കെ? പക്ഷേ താജുൽ ഉലമ നമുക്ക് കരുത്തേകി, നമ്മുടെ സംഘടന നമുക്ക് കരുത്തേകി. മഹാനായ താജുൽ ഉലമ മൂവാറ്റുപുഴ സംവാദത്തിന് വേണ്ടി ഞാൻ സമ്മതം ചോദിക്കാൻ വേണ്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ കൂടെ, ഇസ്ഹാഖ് ഹാജിയുടെ കൂടെ താജുൽ ഉലമയെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോ ധൈര്യത്തോടെ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനെ അല്ലാതെ ഒറ്റ കുട്ടിയെയും ഭയപ്പെടണ്ട, ധൈര്യമായി പോയിക്കോ വാദപ്രതിവാദത്തിന്, മുന്നിലും പിന്നിലും ഞാനുണ്ടാകും. അതൊരു വർത്താന, നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കലാം, അതാണ് സംസാരം, ഒരു നേതാവിന്റെ സംസാരം. മനസ്സിലായോ? ബാലുശ്ശേരി മിനായിൽ പോയിട്ട് എന്താ ഉണ്ടായത്? ബാലുശ്ശേരി മിനായിൽ പോയിട്ട് അയാൾ സലാം പറഞ്ഞത്ര, ഈ ഹജ്ജിന് പോയിട്ടേ ഒരൊറ്റ കുട്ടിയും മിണ്ടണില്ല. എന്നാ പിന്നെ അയാൾക്ക് ആ ജംറ അവിടെ എറിനോടത്ത് പോയി അവധിയായിരുന്നു. എന്നാ പിന്നെ ആളുകൾ കയറിയ ഒരു സാധനമായി. നിങ്ങൾ നോക്കാൻ ആളെ സങ്കടം എന്ന് കേട്ട ആൾ പറയുന്നത്, മിനാ ടെന്റിൽ പോയി ഞാൻ, മിക്ക മുജാഹിദ് ഗ്രൂപ്പുകളുടെ ടെന്റിലും പോയി, KNMന്റെ ടെന്റിൽ പോയി. പറയാതിരിക്കാൻ വയ്യ. KNMന്റെ ദോഷമല്ല, KNMന്റെ ദോഷമല്ല, KNM ടെന്റിന്റെയും ദോഷമല്ല. കാര്യം മനസ്സിലാക്കാത്തവരുടെ ദോഷ. ആ ടെന്റിൽ ചെന്നു, പലർക്കും മനസ്സിലാകുന്നില്ല.
നമ്മുടെ എറണാകുളത്ത് നിന്നെ ജീവന തുല്യം സ്നേഹിച്ച രണ്ടാളുണ്ടായിരുന്നു. ഓല അങ്ങോട്ടങ്ങ് തിരിഞ്ഞു നിന്ന് ഞാൻ ഒറ്റ വിളിയാ, ഏയ് പേര് ഞാൻ പറയില്ല, ഫേമസ് ആണ് കൊണ്ട് പറയില്ല, ഞാൻ വിളിച്ചു, ഞാൻ തന്നെയാ, വാൽശ്ശേരി തന്നെയാണ്. അല്ല അപ്പോ പയ്യന്നൂരിന്ന് വളരെ പ്രമുഖനായ ഒരാള്, പേര് പറയില്ല, ഇവരിനോട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഞമ്മളെ പടിയെടുത്ത് പിണ്ടം വെച്ചില്ലേ, മുഷിരിക്കാക്കിയില്ലേ, കാബുറാക്കിയില്ലേ, ജിന്നൂരിയാക്കിയില്ലേ, കുബൂരിയാക്കിയില്ലേ, എല്ലാ പ്രാവശ്യവും ക്ലിനിക്ക് തുടങ്ങി എന്നറിഞ്ഞു. കണ്ട നിങ്ങള് മിനായിൽ പോയപ്പോ. ഇനിയോ കഴിഞ്ഞ സമ്മേളനത്തിൽ, ചെങ്ങരംകുളം സമ്മേളനത്തിലെ പ്രധാന പ്രഭാഷകനായിരുന്നില്ലേ മുജാഹിദ് ബാലുശ്ശേരി? അയാളെ നമ്മളെ ഇവിടെ വന്നിരിക്കുന്ന ഭാഗം ഒന്നും കാണിച്ചു കൊടുക്ക്. നമ്മളെ ആയഞ്ചലം പാടത്തിരിക്കുന്ന ഭാഗം പാവായിട്ട് അത് ആളുകൾക്കിടയിൽ നിലത്തിരിക്കണം. സമ്മേളനത്തിൽ ബാലുശ്ശേരി ഇരിക്കുക, ചായ കൊടുക്കാൻ ആളില്ല. പാവം വന്ന് നോക്കിയതാ, എന്താണ് ഇവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട്. എന്നാ ഞങ്ങളെ ക്യാമറ വരുമ്പോഴെങ്കിലും ഒന്ന് മാറിയിരുന്നൂടെ? ഇയാൾ പറഞ്ഞെന്താ അറിയോ? കണ്ടോത് പാവപ്പെട്ട പ്രവർത്തകർക്കൊപ്പം ചേർന്ന് ഒരാൾ പോലും സ്റ്റേജിലേക്ക് കൈപിടിച്ച്, കാരണം മുശ്രിക്കായില്ലേ ആള്, നമ്മളെ സമ്മേളനത്തിൽ വന്നിരുന്ന കോരായത്. നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യൻ വന്ന ഗതികേട്. എന്തേ ഇതിന്റെ കാരണം? ഞങ്ങൾ പറയട്ടെ, അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്, അള്ളാഹുവേ നീ ഒരാൾക്ക് ഇസ്സത്ത് കൊടുത്താൽ അയാളെ താഴ്ത്താൻ കഴിയൂല, നീ ഒരാൾക്ക് അപമാനം കൊടുത്താൽ അവനെ ഉയർത്താൻ കഴിയൂല. ഔലിയാക്കളെയല്ലേ കുറ്റം പറഞ്ഞത്? മഹാനായ ഖുത്ബുല്ലാലമിനെതിരെ പ്രസംഗിച്ചില്ലേ ബാലുശ്ശേരിക്കാരാ? മഹാന്മാരായ പണ്ഡിതന്മാർക്കെതിരെ നീ നിന്റെ വാ തുറന്നില്ലേ? അല്ലാഹു നിന്നെ വെറുതെ വിടുമോ? കഴിഞ്ഞ മാസം സ്റ്റേജിലുള്ള നിന്നെ പിടിച്ചല്ലാഹു നിലത്തിരുത്തി, സാധുവായി അവിടെ പോയിരുന്നു, ഇരിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? എന്നിട്ട് പിന്നെ അവിടുന്ന് മടങ്ങി പോന്നോ ഇല്ലേ അള്ളാഹു? നിങ്ങൾ നോക്ക്, എവിടെ പോയിട്ടും കാര്യമില്ല, ഞങ്ങളെ കണ്ണ് അവിടെ ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സമ്മേളനത്തിന് പോകുമ്പോൾ ഇയാൾ ഇപ്പൊ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പോലും ഇയാൾ പറഞ്ഞതാ, എന്റെ വീട്ടിൽ ഓരോ റൂമും ചെക്ക് ചെയ്യാതെ ഞാൻ ഉറങ്ങാറില്ല. ഏതെങ്കിലും ഒരു സഖാഫി അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ നോക്കാം. വെറുതെ അല്ല, നിങ്ങൾ എവിടെ പോയിരുന്നോ അതൊക്കെ ഞങ്ങളെ ശ്രദ്ധയിലുണ്ടാവും. അതൊരു വലിയ അപകടമാണ്. ഇയാൾ ഉറങ്ങുന്നതിന് മുമ്പ് റൂം ചെക്ക് ചെയ്യുന്ന ഭാഗം അതും കൂടി നിങ്ങളൊന്ന് കണ്ടോ ഇടക്ക്. എന്നിട്ട് ഞാൻ അയാളെ ഒന്ന് അതുകൂടി കാണിച്ചു തരാം. വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ത് ദുരന്തമാണ് ഇവർക്കൊക്കെ വന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റി? സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ഉള്ളത് പറയാലോ, എന്റെ വീട്ടിൽ ഓരോ റൂമും രാത്രി ചെക്ക് ചെയ്തിട്ടാ ഞാൻ കിടക്കല്. ഏതെങ്കിലും ഒരു സക്കാഫി ക്യാമറയായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് പേടിയുണ്ട് എനിക്ക്. സത്യമാണ്. അത് വീട്ടിൽ മാത്രം പോരാ, സമ്മേളനത്തിൽ ഇരുന്നപ്പോ മുന്നിലും പിന്നിലും ഞങ്ങൾ ആകെ അറിഞ്ഞില്ല. ഞങ്ങളവിടെ ചിഹ്നങ്ങളെ ഏൽപ്പിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞില്ല. വെറുതെ അല്ല ഔലിയാക്കളെ നിങ്ങൾ ആക്ഷേപിച്ചു. നമ്മളെ ഔലിയാക്കളെ മൊത്തം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് കളിപ്പിച്ചു കൊടുക്കുക. ഇയാളെ പൊട്ടത്തരം മഹാന്മാരായ ഔലിയാക്കൾക്കെതിരെ, അമ്പിയാക്കൾക്കെതിരെ ഉണ്ടായപ്പോ അള്ളാഹു നൽകിയ കടുത്ത ശിക്ഷ അതൊന്ന് കാണിച്ചു കൊടുത്തോളൂ ഇടയ്ക്ക്. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജാ മുഹീദ്ദീനിൽ ജിസ്തിയിൽ അജ്മീരിയിൽ നാഗൂരിയിൽ ബൾബൂരി. എന്താ ചെയ്യ? ബൾബൂരിയാണത്രേ. അന്ന് നമ്മൾ ആ പേര് ഇയാൾക്കിട്ട് കൊടുത്തതാ, മുജാഹിദ് ബാലുശ്ശേരി അൽ ബൾബൂരി. ഇപ്പൊ ഏതായാലും അതൊക്കെ റെഡിയായി. അപ്പൊ മുഴുവൻ ഔലിയാക്കളെയും മഹാന്മാരെയും പരിഹസിച്ച നിനക്ക് അള്ളാഹു തന്ന ശിക്ഷയാണ് ബാലുശ്ശേരിക്കാരാ. ഒരേ ഒരു വഴിയേ നിന്റെ മുന്നിലുള്ളൂ, മടങ്ങിക്കോ സുന്നത്ത് ജമാഅത്തിലേക്ക്. ഈ വാതിൽ നിനക്കും തുറന്നിട്ടിരിക്കുകയാ. നന്നാൻ പറ്റാത്ത ആരില്ല ഇവിടെ. വഹ്ശി വരെ ഇവിടെ അല്ലേ ഇസ്ലാം സ്വീകരിച്ച് വന്നല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, അതാ ഇനി നല്ലതുള്ളൂ. ഇയാൾ വന്നപ്പോ നിങ്ങൾ മനസ്സിലാക്കണം എന്തായി അവസ്ഥ എന്നറിയോ? അല്ല ചെയ്ത ഫളിൽ പണ്ട് ഞാനും നമ്മളെ ഫൈസൽ ഹസൻ ഇവിടെ ഉണ്ട്, അതുപോലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോ പലപ്പോഴും മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ തിരിമറികൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പൊ എന്തായി? ബാലുശ്ശേരി ഗ്രൂപ്പ് മാറിയപ്പോ നമ്മളെടുത്ത് മൗലവിമാര് വരിക, നിങ്ങൾ ആ ബാലുശ്ശേരിന്റെ പൊട്ടത്തൊന്ന് തരി. എന്തിനാ ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാനാ. മനസ്സിലാക്കണം നിങ്ങൾ. അതിന്റെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ട് ഞങ്ങൾ ആഘോഷിച്ചോ, ഇപ്പൊ അവരാഘോഷിക്കണം. ഇതൊക്കെ നിങ്ങളൊന്ന് കാരണം
ഒരുപാട് കാലമായി ഇതൊക്കെ ഒന്ന് തുറന്നു പറയണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതാ, എന്ന് നമ്മൾ മനസ്സിലാക്കിയതാ. അല്ലാഹു തന്ന ഫളലാണിത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ദീൻ അതിവിടെ വളരെ പ്രധാനമാണെന്ന പോയിന്റ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളിവിടെ ഓർക്കണം, മനസ്സിലാക്കണം. അത് പറയാതിരിക്കാൻ വേണ്ടി ഇവിടെ ആര് ശ്രമം നടത്തിയിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്തല്ലാത്ത ഒരൊറ്റ പ്രസ്ഥാനത്തിനും ഇവിടെ ആയുസ് ഉണ്ടാവുകയില്ല എന്ന വളരെ ശക്തമായ സത്യം ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഇവിടെ അല്ല, ജിന്നൊന്നും വന്നതല്ല, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ പണ്ട് കാലത്ത് നമ്മൾ ആഘോഷിച്ചു. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതുകൊണ്ട് എന്നുള്ളൊരു ബൈത്ത് ഉണ്ടല്ലോ, ആ ബൈത്ത് പാടിയിട്ട് മുജാഹിദ് ബാലുശ്ശേരി പണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങൾ അന്നേ അത് പ്രസംഗിച്ചു. ഇപ്പൊ അത് മൗലവിമാരി പ്രസംഗിക്കും. നിങ്ങൾ കളിപ്പിക്കും. ആദ്യ ആളെ പ്രസംഗം കേട്ടോ. ഇർതഖബത്തുലൂടെ ചെല്ലുന്നത് ഇതാണല്ലോ. ഇർതഖബതു അലൽ ഖതാ ഗൈറ സിരി വഹദത് ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇതിൽ ഏത് ഖുർആനിക വചനാ തെളിവ്? അപ്പൊ പറയും വലു അന്നഹും. അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല, വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് നിന്ന് സഖാഫി ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആയത്തില്ല ഖുർആൻ. സത്യ വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തില്ല. അത് ആയത്തിന്റെ പാതി ഭാഗം എന്ന് നിർത്തേണ്ടത്. നിങ്ങൾ നോക്കി എന്തൊരു സ്വഭാവത്തായി പറയുന്നത്. 4 ആയത്തെങ്കിലും ഇല്ലേ ഖുർആനിൽ വലുവന്നും തുടങ്ങുന്ന? ഞങ്ങളത് പ്രസംഗിച്ചു, ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചു. അന്ന് ഞങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി വന്ന ആളായിരുന്നു അനസ് മൗലവി. കാരണം അനസും ബാലുശ്ശേരിയും ഒരേ സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ പറഞ്ഞതിനൊക്കെ ന്യായീകരിച്ചു അനസ്. ഒടുവിൽ ഇപ്പാൾ പറയുന്നത് എന്താ അറിയോ? ബാലുശ്ശേരി അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് പോയപ്പോ ബാലുശ്ശേരി ഖുർആനിൽ വരെ തിരുത്തിയ ആളാണ്. വലുവന്നഹും എന്ന ആയത്ത് ഖുർആനിലില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് ബാലുശ്ശേരി. ഞങ്ങൾ പണ്ട് പ്രസംഗിച്ചു, ഇന്ന് നിങ്ങൾ അത് ഏറ്റുപറയുന്നു. ഒന്ന് കേട്ടോളൂ ആ ഭാഗം മനസ്സുമൂലയുടെ ലേറ്റസ്റ്റ് പ്രസംഗത്തിൽ നിന്ന്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. മനസ്സിലാക്കണം. ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം, കണ്ടോ? 4 ഖുർആനിൽ ഒരായത്തിൽ 4 ഖുർആനിൽ വലവന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കാം. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അല്ലാഹുവിന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലവു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ പറയുന്നു, വലവു അന്നഹും ആമനൂ വത്തഖൂ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആൻ ആയത്ത് തുടങ്ങിയത് വലവു അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്തുൽ മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലവു അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം തുടങ്ങിയത് വലവു അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ കാണാം, അതേ സൂറത്തുൽ തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലവു അന്നഹും റളൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, സൂറത്തുൽ ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത്, വലവു അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിൽ വലവു അന്നഹും തുടങ്ങുന്നത്. ദേശത്തിന്റെ പ്രസംഗം കേട്ടാത്ത ഒറ്റായിട്ടില്ല. സംശയമുണ്ടോ? ഒറ്റായിട്ടില്ല. കാര്യം മൂപ്പരുടെ സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫും ഒക്കെ അങ്ങനെയാണ്. വെറുതെ ഒന്നും പറയില്ല. സോളിഡ് പ്രൂഫ് ഉണ്ടാവും, പിന്നെ സിമെന്റ് ഉണ്ടാവും, പിന്നെ കട്ട ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മൂപ്പര്
അപ്പൊ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ ഇത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ല. 4 ആയത്ത് ഖുർആനിലുണ്ട്, പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നമുക്ക് പണിയില്ല, അത് ഓനെ വിശദീകരിച്ച്. സുബ്ഹാന ജല്ല ജലാലുഹു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെയാണ് എന്റെ പോയിന്റ് ഉള്ളത്. സഹോദരാ, ഈ നിലക്ക് തല്ലി തുടരുകയാ. കൃത്യമായി സംവാദം ഇവിടെ നടക്കുമ്പോ വേറൊരു സംഗതി കൂടി, നമ്മളെ സമ്മേളനം നടക്കുമ്പോ സമ്മേളനം നടക്കുമ്പോ സഹോദരന്മാരെ വേറൊരു സംഗതി കൂടി അതിന്റെ തൊട്ടടുത്ത് നടന്നു. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കൂട്ടത്തല്ല് എല്ലാ ഭാഗത്തു നിന്നും കൂടി വരികയാണ്. അതെങ്ങനെ? ഒരു ഭാഗത്ത് സക്കരിയാക്കളും, നമുക്ക് പറയാൻ പറ്റില്ല, സക്കരിയാക്കളും അതുപോലെ തന്നെ ഖാദിരിയാക്കളും തമ്മിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതി. മനസ്സിലായില്ല? അബ്ദുൽ ഖാദർ മൗലവിന്റെ ഗ്രൂപ്പിനാണ് ഇവർ ഖാദിരിയാക്കൾ എന്ന് പറയാം. സക്കരിയ സലാഹിന്റെ ഗ്രൂപ്പിന് സക്കരിയാക്കൾ എന്നും പറയാം. ഒലിട്ട പേരാണ്, നമ്മൾട്ട് ഒന്നുമല്ല. അപ്പോ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, സക്കരിയ സലാഹിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരോട് വാദപ്രതിവാദത്തിന് വന്നത് ഹനീഫ് കായക്കൊടിയും അനസ് മൗലവിയും സക്കരിയയും ജബ്ബാറും ഇവരെല്ലാം ഒന്നിച്ചു വന്ന കാലമുണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ എന്തായി? അവര് തമ്മിൽ വാദപ്രതിവാദം. അത് കണ്ടോളൂ, തല്ല് കാണണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് ഒരുപാട് വിഷയം പറയാണ്ടെങ്കിലും ഇന്ന് അവര് തമ്മിലുള്ള ചർച്ചയും തല്ലിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഒരു സമ്മേളനം നടത്തി, സമ്മേളനത്തിലെ പ്രധാന വേദിയിൽ തന്നെ തമ്മിൽ കൊമ്പ് കോർത്ത് അടിസ്ഥാനം തകർന്നു കിടക്കുന്ന ഈ സാധനങ്ങൾ പ്രവർത്തകര് നേതാക്കളെ പിടികൂടുന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. ഹനീഫ് കായക്കൊടിയാണ് ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്താരാ? അനസ് മൗലവിയാണ്. ഇപ്പുറത്ത് സക്കരിയന്റെ കുട്ടികളാ. സക്കരിയാസരായി വന്നിട്ടില്ല, അയാൾ ഭയങ്കര ബിരുദന ആളാണ്, അയാൾ വന്നിട്ടില്ല, അയാൾ നേരെ ചെന്നിട്ടില്ല, അയാളുടെ മക്കളാ. എന്നിട്ട് ഈ ചെറിയ പ്രവർത്തകർ ഇന്നലെ വരെ സക്കരിയാസലായിന്റെ ആളായിരുന്നു അവർ. ഇന്നലെ വരെ മനസ്സിലാക്കണം, കായക്കൊടിയുടെ അനുയായിയായിരുന്നു അവർ. ഇന്നലെ വരെ അനസ് മൗലവിന്റെ അനുയായിരുന്നു അവർ. പക്ഷേ ചോദിക്കുകയാണ് ആരോട്? കായക്കൊടിക്കാരനോട്, അതേ അനസ് മൗലവിയോട്. അനുയായികളുടെ ചോദ്യം, കുട്ടികളുടെ ചോദ്യം, മൗലവിമാരെ എല്ലാ കൊല്ലവും ഈ തൗഹീദ് മാറ്റിയിട്ട് പാവപ്പെട്ട ഞങ്ങളുടെ തൗഹീദ് കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? പഠിച്ചോ മുജാഹിദേ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പല മുജാഹിദുകളും തെറ്റിദ്ധരിച്ചതിൽ കുടുങ്ങിപ്പോയവരാണ്. ഇതിപ്പോ ന്യൂ ഇയർ ആഘോഷിക്കുകയാണല്ലോ ആളുകൾ, കള്ളുകുടിച്ച് തിമിർത്തി. ഞാൻ പറയട്ടെ, 2013 കാലെടുത്ത് വെക്കുമ്പോ മുജാഹിദിന്റെ തൗഹീദും മാറിയേക്കാം. ഇതുവരെ പറഞ്ഞിരുന്നത് തൗഹീദ് 2012 എന്നാണെങ്കിൽ ഇനി നാളെ മുതൽ 2013 എന്ന ഏറ്റവും വലിയ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുകയാണ്. അപ്പൊ ഒരു ദിവസം തൗഹീദായത് പിറ്റേ ദിവസം ശിർക്ക്. ഇങ്ങനുണ്ടോ ഇവർ തൗഹീദ്? നിങ്ങൾ കണ്ടോ? അനുയായികൾ നേതാക്കൾ ചോദ്യം ചെയ്ത് എവിടുന്നാണോ ഈ തൗഹീദ് മാറ്റുന്നത്? തൗഹീദ് ഇങ്ങനെ മാറ്റാനുള്ള സംഗതിയാ. അതാണ് മുജാഹിദുകൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരു മൗലവി തിരുവനന്തപുരത്ത് നിന്ന് അനസനോട് ചോദിച്ചു, അനസേ, ഇന്നലെ നീ തൗഹീദ് മാറ്റിയില്ലേ? മിനിയാന്നെങ്കിലും ഞാൻ മരിച്ചുപോയ നമ്മളെ അവസ്ഥ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം, ഇവര് ചോദിക്കാൻ തുടങ്ങി, ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. കേട്ടോളൂ, ഈ അടുത്ത് നടന്ന നാദാപുരം വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ, പുതിയ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംവാദം, അതൊന്ന് കാണാം. നമ്മൾ ഇതുവരെ കാണാത്ത സംഭവമാണ്. മടവൂരികൾ മറ്റുമല്ല, ഈ APF കൗമിൽ നിന്ന് 2-3 തെറിച്ചല്ലോ, അവര് തമ്മിൽ നടന്ന വാദപ്രതിവാദത്തിന്റെ കരാർ ഒന്ന് കാണിച്ചു കൊടുക്കും. ചെറിയ മുണ്ടെങ്കിൽ തൗഹീദിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുമ്പുള്ള പണ്ഡിതന്മാരുടെ നിലപാടിനെതിരായി ഈ വിഷയത്തിൽ അതിൽ വ്യതിയാനം സംഭവിച്ചത് നിങ്ങൾക്ക് അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആടി പോലുള്ള പ്രകോപനപരമായ വിഷയങ്ങളൊന്നും നമ്മൾ അതിലേക്ക് ഉദ്ദേശിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാർ ഉമർ മൗലവിയിൽ തെളിവുണ്ടെങ്കിൽ നമ്മളവിടെ തെളിയിക്കും. ഈ വാദം ഉമർ മൗലവിന്റെ വാദത്തിലോ ചെറിയ മുണ്ടത്തിന്റെ വാദത്തിലോ നിങ്ങളുടെ വാദമാണ് അവർ പറഞ്ഞതെങ്കിൽ അതിൽ നിങ്ങൾക്ക് തെളിവുണ്ട്. ശിർക്കില്ല എന്നാണ് ശിർക്കാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശിർക്കല്ല എന്ന് പ്രസംഗിച്ച ആളുകൾ, എവിടെ ശിർക്ക് ചോദിച്ച ആളുകൾ അവരിപ്പോ വന്ന് ശിർക്കാണെന്ന് പറയുമ്പോൾ കോഴിയായാലും പോലെ തൗഹീദും മാറ്റുന്ന
അവസ്ഥ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതിന് ഗുരുത്വക്കേട് പേരിട്ടാലും എന്ത് പേരിട്ടാലും അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരണം. എന്തുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾ ശിർക്കല്ല എന്ന് പറഞ്ഞത്? ചെറിയ മുണ്ടത്തിന്റെ വാദം ന്യായീകരിച്ച് ആളുകൾ, അതുപോലെ തന്നെ അതിൽ തെളിവുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് ഈ വിഷയത്തിൽ ചർച്ചകൾ തയ്യാറാവണം. ഈ വിഷയം ഉമർ മൗലവി നിങ്ങൾ അനുകൂലമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് തെളിയിക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാർ ഉമർ മൗലവി അടക്കമുള്ള ചെറിയ മുണ്ടം അടക്കമുള്ള നിങ്ങളടക്കമുള്ള നിങ്ങളുടെ പഴയ നിലപാടുകൾ വ്യതിചലിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിലായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിലായിരുന്നു, മുജാഹിദുകളെ സാക്ഷി നിർത്തിയായിരുന്നു. അന്നാരും അതിനാരുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ്. ആ നിലപാട് വ്യതിചലിച്ചിട്ടുണ്ട്. അത് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ KC അബ്ദുൽ മൗലവി പുറത്തുപോയി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മുഹമ്മദ് അലി പുറത്തുപോയി പറഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വ്യതിയാനം സംഭവിക്കാനുള്ള മാന്യത പുറത്തുപോയി പറയലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ KM മൗലവിയുടെ തൗഹീദിൽ വ്യതിയാനം വന്നിട്ടുണ്ട് മുഹമ്മദ് അലി ഹാജിക്ക് തോന്നിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് അത് പറയാനല്ല മുഹമ്മദ് അലി ഹാജി ശ്രമിച്ചത്. KC അബ്ദുൽ മൗലവി അവർ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള വേറെ സംഘടനയാക്കിയിട്ട് അതിന്റെ പേരിലാണ് മുജാഹിദുകൾക്ക് തൗഹീദിൽ പേരിട്ട് അവർ ശിർക്കിലാണ് എന്നുള്ളത് അവർ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നിങ്ങൾ പണ്ട് പറഞ്ഞ ഞങ്ങളുള്ളത്, ചെറിയ മുണ്ട പറഞ്ഞിട്ടാണ് ഞങ്ങളുള്ളത്, ഉമർ മൗലവി പറഞ്ഞിട്ടാണ് ഞങ്ങളുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്, ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉമർ മൗലവിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കാം. ഈ വാദത്തിന് നിങ്ങൾ വ്യവസ്ഥ അതുപോലെ തന്നെ നേതാക്കൾ ചോദ്യം ചെയ്യപ്പെടുകയാ, മറുപടി പറയണം. എങ്ങനെ ശിർക്ക് തൗഹീദായി? ഉമർ മൗലവി പറഞ്ഞ തൗഹീദ് ഇപ്പൊ പോയില്ലേ? ഉമർ മൗലവി മുശ്രിക്കാണോ? ചോദ്യമാണ്. നെക്സ്റ്റ് അടുത്ത് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒരു ചോദ്യമായിരുന്നു അനസ് മൗലവി. എന്താ ചോദിച്ചതെന്നറിയോ? അല്ല, നിങ്ങളെ നേതാവ് സക്കരിയ തിരുത്തിയിട്ടില്ലേ, ഇവര് തിരുത്തിയിട്ടില്ലേ എന്ന് വെച്ചപ്പോ ഇവിടെ അങ്ങോട്ട് വയ്ക്കാം. നേതാവ് സക്കരിയും തിരുത്തിയിട്ടില്ലേ? പണ്ട് ഇവിടെ സീർ ഫലിക്കൂല എന്നല്ലേ ഓൻ പറഞ്ഞിട്ട്, ഇപ്പൊ സീർ ഫലിക്കും പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളും തിരുത്തിയിട്ടില്ലേ? കേട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, രണ്ടു കൂട്ടരും തിരുത്തിയിട്ടുണ്ട്. അതല്ലേ എന്റെ ഹാസില്. അല്ലാഹു തആല നശിപ്പിക്കാൻ വിചാരിച്ചാ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളെ പിടിമേളനത്തിനൊന്നും സാധ്യമല്ല. നിങ്ങൾ വ്യക്തമായി കേട്ടോ. അനസ് മൗലവി അങ്ങോട്ട് പ്രതികരിക്കുന്നത് എന്താ പ്രതികരണം കേട്ടോളൂ നിങ്ങൾ. അയാൾ ശക്തമായി പറയുകയാ, നിങ്ങളെ നേതാവായി സക്കരിയ അയാളും മാറ്റിയിട്ടില്ലേ? നിങ്ങൾ മാറ്റിയിട്ടില്ലേ? നിങ്ങട്ട് ചോദിച്ചപ്പോ അങ്ങട്ട് മാറ്റിയിട്ടില്ല എന്ന് പറയില്ല. പിന്നെന്താണ്? നിങ്ങളെ നേതാവ് മാറ്റിയിട്ടില്ലേ? അത് മാറ്റി പറ്റും, നിങ്ങൾക്ക് പറ്റുന്നു, ഞമ്മക്ക് പറ്റൂലെന്നോ? നിങ്ങൾക്ക് രണ്ടാക്കും പറ്റും, ഞങ്ങൾക്ക് പറ്റൂല. മനസ്സിലായോ? അതാണ് അതിന്റെ ഹാസിൽ. വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റിയ തൗഹീദിനെ കുറിച്ച് പറയാനല്ലാതെ അവർക്ക് സാധ്യമല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സംഭവം ഞാൻ പറയുന്നത് എല്ലാ മുജാഹിദീങ്ങളും വളരെ ശക്തമായി പരലോകത്തിന്റെ വിഷയമാണിത്, ഇതിങ്ങനെ മാറ്റാൻ പറയുന്ന സംഗതിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ശക്തമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. അതിൽ കാണാൻ ലാസ്റ്റ് എവിടെ എത്തിയെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനമായില്ല. തീരുമാനമാകാതെ പരസ്പരം ഒന്നും ചിന്തിക്കാൻ പറ്റാതെ അവസാനം ആ വ്യവസ്ഥ പിരിഞ്ഞു പോവുകയാണ്. തീരുമാനമായില്ല എന്നല്ലേ? എങ്ങനെ തീരുമാനമാണ്? ഒരാൾ പറഞ്ഞു നിങ്ങൾ തിരുത്തിയില്ലേ, അപ്പൊ അവിടുന്ന് നിങ്ങളും തിരുത്തിയില്ലേ? ഇതാണ് അവസ്ഥ. അതൊന്ന് കേട്ടോളൂ. നീ റമദാൻ മാസത്തിൽ ഏത് ജിന്നാരും ഇതിനെല്ലാം ഈ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ മെയിനായിട്ട് തെളിവാക്കുന്ന ദുർബല ഹദീസ് ആണല്ലോ നിങ്ങളുടെ വാദം. അല്ല, നീ ഈ വാദത്തിനല്ല ഇവർ തുടങ്ങിയത് ദുർബല ഹദീസ് എന്നാണ് ഇതിന്റെ തുടക്കം. അപ്പൊ ആ ദുർബല ഹദീസിൽ അല്ല, ഈ ദുർബല ഹദീസാണ് ആദ്യമേ ഉള്ള. പിന്നെ ജബ്ബാർ മൗലവി എന്നല്ല. അല്ല, ഞാൻ പറയുന്ന വെച്ചാല് ഈ ഹദീസ് തകർത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അല്ല, ഈ ഹദീസിനെ തകർത്ത് കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞില്ലേ? അതിൽ നിന്നൂടെ നിങ്ങൾക്ക് ഹദീസിനെ തകർത്താ പൊളിയല്ല. ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ വാദം എന്ന് പറയുന്നത്. ജബ്ബാർ വലിയ അപ്പുറത്തുണ്ട്. അതാ പ്രശ്നം. ഞാൻ പറഞ്ഞു ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത്. ഞാൻ പറഞ്ഞ ഞാനും അസീസും വന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത് എന്ന് പറയുന്ന ജബ്ബാർ മൗലവി ഇവിടെ ഉണ്ട്.
അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഇരിക്കിരിക്ക്. ആ ഓന്റെ അഭിപ്രായം പറഞ്ഞിട്ടാണ്. അങ്ങനെ ഫൈസലിന് അസീസിനോട് പറയാൻ ഒരഭിപ്രായോ എന്നോട് പറയാൻ വേറെ അഭിപ്രായം ഇല്ലല്ലോ. അസീസിനോട് പറയാൻ ഒരഭിപ്രായോ എന്നോട് പറയാൻ വേറെ അഭിപ്രായോ ഫൈസലിന്? അങ്ങനെ ഉണ്ടാവോ? അപ്പൊ എനിക്ക് തോന്നണത് ഇതിന് ആ ഒരു നിലക്ക് പോലെ നമ്മളിപ്പോ ഏറ്റവും അതില് മാക്സിമം ചെയ്യാൻ അങ്ങനെയാണ് നിർത്തിപ്പോയത്. ഇത് പുതിയ തല്ലായം പറയുന്നത്. ഇവരുടെ നേതാക്കളും അണികളും ഒത്തുചേർന്ന് പരസ്പരം വാദപ്രതിവാദവും വ്യവസ്ഥവും തല്ലും എല്ലാ വിഷയം ഒറ്റ ഹദീസിന്റെ പേരിൽ പരസ്പരം നടക്കുന്ന തല്ലുകളാണ് നിങ്ങൾ കണ്ടത്. സഹോദരന്മാരെ, ഇതെല്ലാ രംഗത്തും ഉണ്ടായി. അതാണ് സമ്മേളനത്തിൽ നേരിച്ചു കണ്ടത്. വെറുതെയല്ല, പുറത്തുള്ള ഈ വലിയ സംഭവങ്ങൾ സമ്മേളനത്തിൽ നേരിച്ചു എന്ന് മാത്രം. ഇനി സമ്മേളനത്തിലേക്ക് തന്നെ തിരിച്ചു വരാ. കണ്ടല്ലോ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ രംഗം കൂടി ഒന്ന് കാണണം. ഏതാണത്? ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ വാക്കുകൾ. അതുകൂടി നിങ്ങളെ കേൾപ്പിച്ചേരാ. മുജാഹിദുകളെ സംബന്ധിച്ച് ബാലുശ്ശേരിയൊക്കെ ആക്രോശിച്ചല്ലോ. ഡോക്ടർക്ക് ഡോക്ടറുടെ പണിയെടുത്താ പോരെ എന്ന് ചോദിച്ചല്ലോ ഹുസൈൻ സലഫി. അത് വെറുതെ ചോദിച്ചല്ല, അയാളുടെ വാക്കുകൾ കൂടി സഹോദരന്മാരെ നിങ്ങൾ ഇവിടെ കാണണം.